നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. എലിക്കുളം പഞ്ചായത്തിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയും അളവും കൃത്യമായി രേഖപ്പെടുത്തും. സർവേ ജീവനക്കാരെത്തുമ്പോൾ രേഖകൾ പരിശോധനയ്ക്ക് നൽകണമെന്ന് അധികൃതർ. പുതുപ്പള്ളി നിറഞ്ഞു കവിഞ്ഞ് പെരുന്നാൾ ആഘോഷം. പള്ളിയിൽ വെച്ചൂട്ട് ഭക്തിസാന്ദ്രം. നേർച്ചയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. പൂവരണിയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പറിന് പിന്നിൽ ബൈക്കിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ പൂവരണി സ്വദേശി വിഷ്ണു മരിച്ചു. വാർത്തകൾ വിശദമായി. എലിക്കുളം പഞ്ചായത്തിൽ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നു. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ആദ്യഘട്ടത്തിൽപ്പെടുത്തിയാണ് എലിക്കുളം പഞ്ചായത്തിലെ 2 വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നത്. രജിസ്ട്രേഷൻ, റവന്യൂ, തദ്ദേശ വകുപ്പുകളുടെ കൂടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം. എലിക്കുളം പഞ്ചായത്തിൽ ഡിജിറ്റൽ സർവേ ജോലികൾ പുരോഗമിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ഭൂമിയുടെ അതിർത്തിയും അളവും കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഡിജിറ്റൽ സർവേയിൽ ചെയ്യുന്നത്. എലിക്കുളം പഞ്ചായത്തിലെ 2 വില്ലേജുകളിലാണ് സർവേ ജോലികൾ ഇപ്പോൾ നടക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സർവേയും ഭൂരേഖയും വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. വിവിധ ബ്ലോക്കുകളായി തിരിച്ച് ഓരോ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമിയുടെ രേഖകൾ ആധികാരികമായി വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. എലിക്കുളം പഞ്ചായത്തിൽ 1-ാം വാർഡിലെ സർവേ ജോലികൾ പൂർത്തിയായി വരുന്നു. കോട്ടയം ജില്ലയിൽ 2-ാം ഘട്ടത്തിലും കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ആദ്യഘട്ടവുമായാണ് എലിക്കുളത്ത് ഡിജിറ്റൽ സർവേ നടക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോട്ടയം ജില്ലയിൽ ഡിജിറ്റൽ സർവേ 2-ാം ഘട്ടമായിട്ട് 13 വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ അതിൽ ആദ്യ ഘട്ടം നിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എലിക്കുളം വില്ലേജാണ്. 1900 ഹെക്ടർ ഏരിയ ഉണ്ട്. നമ്മളിപ്പം 1-ാം വാർഡ് പകുതിയിലധികം പൂർത്തിയായിട്ടുണ്ട്. സമയബന്ധിതമായിട്ട് ബാക്കി വാർഡുകളെല്ലാം പൂർത്തിയാക്കുന്നതാണ്. വളരെ ജനപങ്കാളിത്തത്തോടെയാണ് ഇത് ചെയ്യുന്നത്. പഞ്ചായത്തിലൊക്കെ അറിയിച്ച് എല്ലാവരെയും ശ്രമത്തോടെയാണ് ഇത് പൂർത്തിയാക്കുന്നത്. ഡിജിറ്റൽ സർവേ ജോലികൾക്കായി സർവേ ജീവനക്കാർ സമീപിക്കുമ്പോൾ ഭൂമിയുടെ അവകാശം തെളിയിക്കുന്ന ആധാരം, നികുതി രസീത് തുടങ്ങി മുഴുവൻ അവകാശ രേഖകളും പരിശോധനയ്ക്കായി നൽകണം. കൂടാതെ അവരവരുടെ കൈവശ ഭൂമിക്ക് അതിർത്തികൾ സ്ഥാപിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുമാണ്. അതിർത്തികൾ വ്യക്തമായി കാണാൻ കഴിയും വിധം കാടുകളും തടസ്സങ്ങളും നീക്കുകയും വേണം. ഡിജിറ്റൽ സർവേ സംബന്ധമായ സംശയങ്ങൾക്ക് ഇളങ്കുളം പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർവേ ക്യാമ്പ് ഓഫീസുമായോ 9496711633 9744042955 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ വലിയ തിരുനാളിന്റെ ഭാഗമായി വെച്ചൂട്ട് നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് നേർച്ച സദ്യ കഴിച്ചത്. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വലിയ പെരുന്നാളിന്റെ ഭാഗമായി വെച്ചൂട്ട് നടന്നു. രാവിലെ 11:30യോടെയാണ് വെച്ചൂട്ട് നേർച്ച സദ്യ നടത്തിയത്. ഒരേ മനസ്സോടെ നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വെച്ചൂട്ട് നേർച്ച സദ്യയിൽ പങ്കെടുത്തു. ചോറും കറികളും പെരുന്നാളിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്ന പരമ്പരാഗത ആചാരമാണ് പുതുപ്പള്ളിയിലെ വെച്ചൂട്ട്. 12 കൗണ്ടറുകളിലായാണ് നേർച്ച സദ്യ വിളമ്പിയത്. ഇതിനോടനുബന്ധിച്ച് വടക്കേ പന്തലിൽ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ആദ്യ ചോറൂണും നടന്നു. പുലർച്ചെ 1 മണിക്കാണ് വെച്ചൂട്ടിനുള്ള അരിയിടിയിൽ ചടങ്ങ് നടത്തിയത്. പ്രഭാത നമസ്കാരത്തിന് ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ വിശുദ്ധ 9 കുർബാനയും നടന്നു. ഉച്ചകഴിഞ്ഞ് പെരുന്നാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി പള്ളിയിൽ വലിയ പെരുന്നാളിന്റെ ഭാഗമായി നേർച്ച വിളമ്പ് നടന്നു. ഉച്ചകഴിഞ്ഞ് പ്രദക്ഷിണത്തിന് ശേഷമായിരുന്നു അപ്പവും കോഴിയും നേർച്ച വിളമ്പൽ. 100 കണക്കിന് ആളുകൾ നേർച്ചയിൽ പങ്കാളികളായി. പാലാ പൂവരണിയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പൂവരണി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. പാലാ പൊൻകുന്നം റോഡിൽ പൂവരണി അമ്പലത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പൂവരണി അമ്പലം ജംഗ്ഷന് സമീപം താമസിക്കുന്ന വിഷ്ണുവാണ് മരണമടഞ്ഞത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയുടെ പുറകിൽ വിളക്കുമരുത് ഭാഗത്തുനിന്നും വന്ന വിഷ്ണുവിന്റെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് വിഷ്ണുവിന്റെ കുടുംബം. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ. മെഷീൻ തകരാറിലായതോടെയാണ് എക്സ്റേ വിഭാഗം നോക്കുകുത്തിയായത്. മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. എന്നാൽ ആശുപത്രിയിലെ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം മാസങ്ങളായി നിലച്ചുകിടക്കുന്നത് രോഗികളെ ഏറെ വലയ്ക്കുന്നു. മെഷീനിന്റെ തകരാറു മൂലമാണ് എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം മാസങ്ങൾക്ക് മുമ്പ് നിലച്ചത്. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്നതാണ് ഇവിടുത്തെ എക്സ്റേ വിഭാഗം. മെഷീൻ തകരാറിനെ തുടർന്ന് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് പുതിയ മെഷീൻ വാങ്ങിയെങ്കിലും പുതിയ ആശുപത്രി കെട്ടിടത്തിൽ ലാബിൽ
ലാബിൽ ശീതീകരണ സംവിധാനം ഒരുക്കാത്തത് തടസ്സമായി. എക്സ്റേ സംവിധാനമില്ലാത്തതിനാൽ ചെറിയ അപകടം പറ്റി എത്തുന്നവരെ പോലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി, പീരുമേട് താലൂക്കുകളിലെ നിർധനരായ രോഗികളുടെ പ്രധാന ആശ്രയമാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. വാഹനാപകടങ്ങളിലും വീണും മറ്റും പരിക്കേറ്റ് നിരവധി പേരാണ് ദിവസവും ആശുപത്രിയിലെത്തുന്നത്. എക്സ്റേ വിഭാഗം പ്രവർത്തിക്കാത്തതിനാൽ നിർധനരായ രോഗികളാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. മെഷീൻ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയാക്കിയെന്നും ഇനി ശീതീകരണ സംവിധാനം സ്ഥാപിക്കുകയും കൂടി ചെയ്താൽ എക്സ്റേ ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പൊൻകുന്നം അട്ടിക്കലിന് സമീപം പുരയിടത്തിലെ കിണറ്റിൽ വീണ കാട്ടുപൂച്ചയെ രക്ഷപ്പെടുത്തി. അട്ടിക്കൽ RT ഓഫീസിന് സമീപത്തുള്ള പുരയിടത്തിലെ പൊട്ടക്കിണറ്റിലാണ് കാട്ടുപൂച്ച വീണത്. 2 ദിവസമായി ഇത് കിണറ്റിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പ്ലാച്ചേരിയിൽ നിന്നുള്ള ഫോറസ്റ്റ് ജീവനക്കാർ എത്തി കാട്ടുപൂച്ചയെ പിടികൂടി കൂട്ടിലാക്കി കൊണ്ടുപോയി. ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഉന്നമനത്തിനായി കോട്ടയം വെസ്റ്റ് BRC വിപണനമേള സംഘടിപ്പിച്ചു. കോട്ടയം കളക്ടറേറ്റ് അങ്കണത്തിൽ നടത്തിയ മേള ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം വെസ്റ്റ് BRC സംഘടിപ്പിച്ച വിപണനമേള ശ്രദ്ധേയമായി. വീടുകളിൽ നിന്ന് ഭിന്നശേഷി വിദ്യാർത്ഥികളും ഇവരുടെ മാതാപിതാക്കളും തയ്യാർ ചെയ്ത അച്ചാറുകൾ, വിവിധ തരം പലഹാരങ്ങൾ, പായസ ഇനങ്ങൾ, ഹെയർ ബാൻഡുകൾ, ക്ലീനിംഗ് ഐറ്റംസുകൾ, ശീതളപാനീയങ്ങൾ, ഐസ്ക്രീമുകൾ എന്നിവയെല്ലാം മേളയെ വ്യത്യസ്തമാക്കി. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി മേള ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി കളക്ടർ ബീന P. ആനന്ദ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരുക്കിയ ഉൽപ്പന്നങ്ങളും കൂടുതൽ ഇടങ്ങളിൽ എത്തിക്കാൻ ശ്രമം വേണമെന്ന് കളക്ടർ V. വിഘ്നേശ്വരി നിർദ്ദേശിച്ചു. ഏറെ പ്രതിസന്ധികളോട് എതിരിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ഒരു കൈത്താങ് എന്ന നിലയിലാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് സർവശിക്ഷാ അഭിയാൻ ജില്ലാ പ്രോജക്ട് ഓഫീസർ KJ പ്രസാദ് പറഞ്ഞു. സമഗ്രശിക്ഷ കേരള വിദ്യാഭ്യാസ വകുപ്പ് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒത്തിരിയേറെ തെറാപ്പികളും മറ്റ് ചികിത്സാ സൗകര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള രക്ഷിതാക്കൾക്ക് ഒരു സ്വയം തൊഴിലിനുള്ള സാധ്യതയാണ് ഇവിടെ നമ്മൾ നേടുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അനുവദിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിൻ്റെ മുമ്പിൽ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടാക്കിയ ലോഷനുണ്ട്, കുടിവെള്ളമുണ്ട്, അവർക്ക് സോപ്പ്, അങ്ങനെ മറ്റ് ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഭിന്നശേഷി കുട്ടികളെ പരിപാലിക്കുന്ന രക്ഷകർത്താക്കൾക്ക് ഒത്തിരിയേറെ സാമ്പത്തിക ചെലവ്, അവർക്ക് വരുമാനം, ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. SFKയുടെ 13 BRCകളിലും ഇതുപോലെയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് വരികയാണ്. തയ്യൽ പരിശീലനം, പലഹാര നിർമ്മാണം തുടങ്ങിയ പരിപാടികളാണ് രക്ഷിതാക്കൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങുന്നത്. വെസ്റ്റ് BBC ബിജുമോൻ KSന്റെ നേതൃത്വത്തിലാണ് മേള ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KSRTC ബസ്സിൽ നിന്നും യാത്രക്കാരെ രാത്രിയിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ഇറക്കിവിട്ടതായി പരാതി. പ്രവിത്താനം സ്വദേശിനിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. KSRTC ബസ്സിൽ നിന്നും യാത്രക്കാരെ രാത്രിയിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ഇറക്കിവിട്ടതായി പരാതി. പ്രവിത്താനം പാലത്തിങ്കൽ രജനി വിനുവാണ് KSRTC അധികൃതർക്ക് പരാതി നൽകിയത്. പാല ATOയ്ക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. 5-ാം തീയതി രാത്രിയാണ് സംഭവം നടന്നത്. കിളിമലയിൽ നിന്ന് നീറ്റ് പരീക്ഷ കഴിഞ്ഞ മകൾക്കൊപ്പം പാലയിൽ മടങ്ങിയെത്തി ഇവർ പ്രവിത്താനത്തേക്ക് പോകുന്നതിനായി 8:45 ആയപ്പോൾ KSRTC സൂപ്പർഫാസ്റ്റിൽ കയറി. ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ മോശമായി സംസാരിച്ചതായും രജനി പറയുന്നു. ഈ ഒരു വണ്ടി നമുക്കുള്ളതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളതേ കയറി. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. എനിക്കും അന്നേരം ബസ് ടിക്കറ്റ് ഇടുന്നയാൾ കണ്ടക്ടർ ഇത് എന്നോട്ടാണ് കയറിയത് ഏതെന്നും ചോദിച്ചാൽ അയാൾ കിടന്ന് ചൂടായി. ബസ് കുറുങ്ങിയിലെ സ്റ്റോപ്പുള്ളൂ. ഞാൻ പറഞ്ഞു സോറി സാറേ, എനിക്ക് വേറെ നിവൃത്തിയില്ല പോകാനായിട്ട്, ഇറങ്ങി അവിടെ ഒന്ന് നിർത്തണം കേട്ടോ സാറേ എന്ന് പറഞ്ഞു. ഇറങ്ങുന്നതിന് തൊട്ടടുത്ത സ്റ്റോപ്പിൽ തന്നെ ഞാൻ വണ്ടി നിർത്താനായിട്ട് പറഞ്ഞു. എണീറ്റ് ഞാനും കൊച്ചും കൂടി എണീറ്റ് വന്നപ്പോഴേക്കും പുള്ളി അവിടെ നിൽക്കുന്ന ഡ്രൈവറോട് പറഞ്ഞു ഇച്ചിരൂടെ കുറച്ച് മാറി നിർത്തിയാൽ, അങ്ങ് കുറച്ച് മാറി ആളൊഴിഞ്ഞ സ്ഥലത്ത് ടൗൺ കഴിഞ്ഞ് ഇച്ചിരൂടെ മാറ്റിയാണ്, പ്രോത്താറ്റിൽ നിന്ന് മാറ്റിയാണ് നിർത്തിയത്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇങ്ങോട്ട് തന്നെ തനിച്ച് നടന്നു പോരുകയായിരുന്നു. ഒരു മനസ്സിനൊരു ഭയം വിഷമം എല്ലാം തോന്നി. എന്ന് വെച്ചാൽ ആരും സഹായിക്കാനില്ല, എന്നിട്ട് പോലും ഇങ്ങനെ നമുക്ക് എന്നെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഈ സ്ഥലത്ത് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരികയില്ല സാർ, ഇങ്ങനെ ഒരു വിഷമം വന്നു എനിക്ക്. ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിന്നും ഏറെ ദൂരം മുൻപോട്ട് മാറ്റിയാണ് നിർത്തിയതെന്നും പരാതിയിൽ പറയുന്നു. മല്ലപ്പള്ളി ഡിപ്പോയുടെ വണ്ടിയിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. പാല ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് വാരാഘോഷത്തിന് തുടക്കം. സെമിനാറുകൾ, കലാകായിക പരിപാടികൾ, റാലി, പൊതുസമ്മേളനം തുടങ്ങിയവ വാരാഘോഷത്തിന്റെ ഭാഗമായി നടക്കും.
അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനാചരണത്തിന്റെ ഭാഗമായി പാലാ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് വാരാഘോഷത്തിന് തുടക്കമായി. വാരാഘോഷത്തിന്റെ ഉദ്ഘാടനവും പതാക ഉയർത്തലും ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീരേഖ TR നിർവഹിച്ചു. രോഗികൾ വരുന്നവരെ നമുക്ക് എത്രമാത്രം അവരെ കെയർ ചെയ്യാവോ അത്രയും കെയർ ചെയ്യുന്ന രീതിയിലേക്ക് കൊടുക്കണം. നമ്മളുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലുമാണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ കെയർ ചെയ്യും, അല്ലെ അതുപോലെയാണ് ഇവിടെയുള്ള ഓരോ രോഗികളും എന്ന് വിചാരിച്ചാൽ നമ്മൾ ആരും വരുന്ന രോഗികളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മളുടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി അവർക്ക് കൊടുക്കുന്നത് എത്രയോ പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എല്ലാവരും ചിരിച്ച മുഖത്തോടു കൂടി പേഷ്യൻസിൻ്റെ അടുത്ത്, ജനങ്ങളുടെ അടുത്ത് പെരുമാറാൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പറയാനുള്ള മെസ്സേജ്. RMO ഡോക്ടർ രേഷ്മ സുരേഷ്, ഡോക്ടർ അരുൺ M, നഴ്സിംഗ് സൂപ്രണ്ട് മേരി മാത്യു, ഡോക്ടർ ഷിനോബി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഴ്സുമാരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും നടത്തി. മോളമ്മ തോമസ്, സിന്ധു P നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ, കലാകായിക പരിപാടികൾ, റാലി, പൊതുസമ്മേളനം, അവാർഡ് ദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. ഒരാഴ്ച നീളുന്ന വാരാഘോഷം മെയ് 12-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കേന്ദ്ര സർക്കാർ സംരംഭമായ വിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം, 1 വർഷം, 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി +2 SSLC യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 7994449314. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ തസ്തികയിലേക്ക് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം PSCയുടെ കോട്ടയം ജില്ലാ ഓഫീസിൽ മെയ് 15, 16, 17 തീയതികളിൽ രാവിലെ 9:30-നും ഉച്ചയ്ക്ക് 12-നുമായി നടക്കും. ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് മെയ് 14 മുതൽ പരിശീലനം ആരംഭിക്കും. മാറിയ സിലബസിലുള്ള പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് പൊതുലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയോ ആവും പരിശീലനങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലിക്കുളം പഞ്ചായത്തിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയും അളവും കൃത്യമായി രേഖപ്പെടുത്തും. സർവേ ജീവനക്കാരെത്തുമ്പോൾ രേഖകൾ പരിശോധനയ്ക്ക് നൽകണമെന്ന് അധികൃതർ. പുതുപ്പള്ളി നിറഞ്ഞു കവിഞ്ഞ് പെരുന്നാൾ ആഘോഷം. പള്ളിയിൽ വെച്ചൂട്ട് ഭക്തിസാന്ദ്രം. നേർച്ചയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. പൂവരണിയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പറിന് പിന്നിൽ ബൈക്കിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ പൂവരണി സ്വദേശി വിഷ്ണു മരിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.